ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ബ്ലിസ് ഫാമിലി. ഇന്ന് ഞങ്ങൾ ഒരു സദ്യ കഴിക്കാൻ പോകുക കേട്ടോ. അതെ, സദ്യ എന്ന് പറഞ്ഞാലേ 16 വിഭവങ്ങളുണ്ടെന്നാണ് കേട്ടത്. ഇന്ന് ഹോട്ടലിലെ 1-ാം വാർഷികമാണ്. അത് പ്രമാണിച്ചുള്ള ഡിസ്കൗണ്ട് അല്ല, ഓഫറാണ്. അപ്പോൾ ഒരു സദ്യക്ക് എത്ര രൂപയാണെന്നറിയോ? എത്രയായിരിക്കും? 250 അല്ലേ സാധാരണ ചാർജ് ചെയ്യാറ്. ഇവിടെ വെറും 100 രൂപയുള്ളൂ. അതെ, അപ്പോൾ 100 രൂപേൻ്റെ ഒരു സദ്യ കഴിക്കാൻ ഞങ്ങളിത് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ അപ്പോൾ ഇതാ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഓഫർ ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വിചാരിച്ച് ഇങ്ങോട്ട് ഓടി പോരണ്ടല്ലോ അവരും. അത് കഴിഞ്ഞ് അപ്പോൾ ഇതാ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇവിടെ വിളമ്പിയിട്ടുണ്ട്. പപ്പടം, അച്ചാറ്, പുളി. നമ്മൾ 16 ഐറ്റംസ് എണ്ണി നോക്കിട്ടോ. കൃത്യം 16 ഐറ്റംസ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ എന്തൊക്കെയാന്നുള്ളത്. 100 രൂപയ്ക്ക് പറഞ്ഞ ഐറ്റംസ് കുറച്ചിട്ടൊന്നുമില്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. പായസം അടക്കം. പിന്നെ ഒരു തട്ടിക്കൂട്ട് സദ്യ ഒന്നുമല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാറൊക്കെ വേറെ ലെവലായിരുന്നു. എല്ലാം അടിപൊളി ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഈ 100 രൂപയ്ക്ക് ആയതുകൊണ്ട് സാധനമൊന്നും കുറച്ചിട്ടൊന്നുമില്ല. അടിപൊളി സാധനം. ചോറാണെങ്കിലോ ആവശ്യത്തിൽ അത് കാണുമ്പോൾ തന്നെ അറിയാലോ. ഉണ്ട്, വേണ്ടോളം കൊടുക്കുന്നുണ്ട് ചോറും കറിയും എല്ലാം. ഇനിയിപ്പോൾ ഓണസദ്യൻ്റെ പരിപാടിയാണല്ലോ വരാൻ പോണത്. അവരെന്തൊക്കെയോ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓണത്തിന് പല ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ മക്കളെ കൂട്ടാതെയാണ് പോയത്. കാരണം മക്കൾ സ്കൂളിൽ പോയി. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പരിഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരെ കൂട്ടാതെ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയതിന് കാരണം ഈ ദിവസം മാത്രമുള്ള ഓഫർ, അതുകൊണ്ട് കേട്ടോ. അല്ല പിന്നെ നാളത്തേക്ക് കിട്ടൂല. അങ്ങനെ കഴിച്ച് എൻ്റെ വയറ് ഫുള്ളായിട്ടോ. പക്ഷേ ഞാനിത് ബാക്കിയാക്കണ്ടല്ലോ വിചാരിച്ചു എങ്ങനെയൊക്കെയോ കഴിച്ച് തീർക്കുകയാണ്. അവസാനം പായസം കൂടെ കുടിക്കാനുള്ളതാണ്. അപ്പം പായസം വിട്ടില്ല, എല്ലാം കുടിച്ച് നല്ല. എനിക്ക് തരില്ല, ബാക്കിയുള്ള പായസം എനിക്ക് തന്നാൽ പോരെ. എന്തിന് നിങ്ങളെ പായസം നിങ്ങൾ എനിക്ക് തരേണ്ടത്? എന്നാലും ഞാൻ കുടിക്കും. എത്ര പോയില്ലെങ്കിലും ഞാനത് പോക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.